റഹ്മാന്റെ വീട്ടുകാർ റഹ്മാൻ എന്തോ മാനസിക പ്രശ്നമാണ് എന്ന് വിചാരിച്ച് ഏതോ മന്ത്രവാദി കാണിച്ചില്ലേ? ഞാനിങ്ങനെ ടെൻഷൻ അനുഭവിച്ച് നടക്കുന്ന കാണുമ്പോൾ ഇത്തിരി വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം പഴയ കാലത്തിലെ ആൾക്കാരായത് കൊണ്ടായിരിക്കും അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മന്ത്രവാദി കണ്ടു? മന്ത്രവാദിയല്ല, പക്ഷെ അവിടെ ഒരു മരുന്നാണ്, ഒരു കൈവിഷം പറഞ്ഞിട്ട് പറഞ്ഞു. അത് എന്റെ വയറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് അവര് ഇന്ന പോലെ കഴിക്കാൻ കൊണ്ടുപോയത്. അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന്റെ ഉള്ളത് വെളിക്ക് വരുന്നാണ് പറയുന്നത്. പക്ഷെ കൈവിഷം തന്നു അല്ലേ? അപ്പൊ അത് 3-4 പ്രാവശ്യം ഞാൻ കഴിച്ചു. അത് കഴിച്ച ഇവിടെ മേലാകെ തളർന്ന പോലെയാണ്. അപ്പൊ അത് അനുഭവിക്കണോണ്ടാണ് ഞാൻ വരില്ല പറഞ്ഞത് അവനെ കൊണ്ട്. ആണല്ലേ? റഹ്മാനെ ഒരു സന്തോഷമുള്ള കാര്യം എന്താ അറിയോ, പല സാധനങ്ങൾക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ പേരുകളാണ്. എന്നാൽ ഒരു സാധനത്തിന് മാത്രമേ ഒറ്റ പേരുള്ളൂ, ഈ കൈവിഷത്തിന്. അത് പാലക്കാട് നെന്മാറയിലും ഒരു ഇതാണ്, കൊല്ലം കൊട്ടാരക്കരയിലും കൈവിഷം തന്നെയാണ്. തിരുവനന്തപുരത്ത് പോയാലും ഇത് കൈവിഷം, നെയ്യാറ്റിൻകരയിലും. അമരവള പോയാൽ പോലും കൈവിഷമാണ്. അപ്പൊ എന്നിട്ട് താങ്കൾ ഇത് ഈ മന്ത്രവാദിയാണോ പൂജാരിയാണോ വീട്ടിൽ വന്ന്? വീട്ടിൽ വന്നില്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി പരിശോധന നടത്തി. പരിശോധന നടത്തി. എന്തൊക്കെയാ ചോദിക്കുന്നത്? ചോദ്യമൊന്നുമില്ല. അവിടെ പോയി ഇരിക്കുക, ഒരു മറ്റേ ഒരു ദൈവത്തിന്റെ മുന്നിൽ പോയി ഇരിക്കുക. അവിടുന്ന് ഒരു 3 പച്ച മരുന്ന് ഉണ്ടാ തരും, അത് കഴിക്കുക. നല്ല കഴിക്കാൻ പറ്റിയ സാധനമാണോ? അയ്യോ കഴിക്കില്ല, കഴിക്കാൻ പറ്റത്തില്ല. ഇല്ല. അത് കഴിച്ചായിരുന്നോ അതോ എടുത്ത് കളഞ്ഞോ? അല്ല, അത് കഴിക്കേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ കിടന്നു എന്നിട്ട്? ഇല്ല. മനോരോഗം ഒന്നും വല്ലതും സംശയിച്ചോ അവര്? അത് സംശയിച്ചു. ഒരു ദിവസം അതുപോലെ കഴിക്കാൻ വിളിച്ചപ്പോ പോകാതായപ്പോ ഇക്ക ഓടിപ്പോയി പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ് കഴിക്കില്ല, എനിക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോ കൂട്ടിക്കൊണ്ട് ഇക്കയ്ക്ക് മാനസിക രോഗമാണ് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോ ഡോക്ടർ എന്നെ പറഞ്ഞു, പിന്നെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ അന്ന് അവർക്ക് കുഴപ്പം കൊണ്ട് ഡോക്ടർ അവരെ ചീത്ത പറഞ്ഞു. ആണോ? പുള്ളിക്ക് ഒരു കുഴപ്പമില്ലെന്നല്ലേ? പുള്ളിക്ക് മാനസിക രോഗമൊന്നും ഇല്ലെന്ന്. അല്ല, ആ സമയത്തെ ഈ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? നമ്മുടെ അന്ന് വന്നു അല്ലേ? അതെ, ഞാൻ ഡോക്ടറിനെ കൊണ്ട് ഡോക്ടർ എന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാൻ അതിനുള്ള മറുപടി. അപ്പൊ അവര് പറഞ്ഞു അവരൊരു കുഴപ്പമില്ല, നിങ്ങൾക്കാണ് കുഴപ്പം. അതെങ്ങനെയാ ഡോക്ടർക്ക് മനസ്സിലായത് കുഴപ്പമില്ലെന്നുള്ളത്? എന്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിനുള്ള മറുപടി നൽകി. ഈ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് സജിത പേടിച്ചോ? തിരിച്ചൊന്നും വന്നില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം മുട്ടും. പേടി. വീട്ടില് പെങ്ങളുണ്ട്, അവരൊക്കെ വാതിൽ പൊളിച്ചു അകത്തേക്ക് വരുവോ, ഭയങ്കര പേടിയായിരുന്നു. അവരെപ്പോഴും വന്നില്ലല്ലേ? ഇല്ല. ഓ, അവരെ സമ്മതിക്കണം കേട്ടോ. അവര് എന്നിട്ട് പൊട്ടിക്കാനാണോ പോകുന്നത്? വാതിലൊക്കെ നല്ലോണം തുറക്കാനൊക്കെ നോക്കി, പക്ഷെ അവർക്ക് കിട്ടിയില്ല. അവര് നോക്കിയോ? അല്ലെ, മുറി പൂട്ടിയിരുന്നോ? ലോക്കിട്ടുണ്ട്, ലോക്ക് ചെയ്ത്. അതുപോലെ അവിടെ വല്ല ഇലക്ട്രിക് കണക്ഷൻ വല്ലതും കൊടുത്തു വെച്ചിരുന്നോ? വീട്ടുകാർ അടിച്ചു അത് കൊടുത്തു വെച്ചിട്ടുണ്ടല്ലേ? അപ്പം ചില കൃഷിക്കാരൊക്കെ ചെയ്യുന്നല്ലേ, കാട്ടുമൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. ഞാനൊരു ഇലക്ട്രീഷ്യനും ഒരു ചെറിയ കുട്ടികളെ പോലെ മിനി മോട്ടോർ കിട്ടിയാലൊക്കെ അതും ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ ഡോറിൽ വെറുതെ ഒന്ന് വെച്ച് നോക്കി ഒരു പരീക്ഷണ രീതിയിൽ അത് വിജയിക്കുകയും ചെയ്തു. അപ്പൊ റിമോട്ട് കൺട്രോളില് റിമോട്ട് കാറിന്റെ തന്നെ ബോർഡ് എടുത്ത് അതിന്റെ തന്നെ മോട്ടോർ കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തതാണ്. അപ്പൊ അത് കറക്റ്റായി വർക്ക് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് അടയൂ. കയ്യില് ആ റിമോട്ടിന്റെ കാറിന്റെ ഇതുണ്ട്, റിമോട്ടുണ്ട് പറഞ്ഞാൽ തനിയെ ഡോർ തുറക്കും, അടയ്ക്കും. അപ്പൊ ഇത് തല്ലി പൊളിക്കാനൊന്നും വീട്ടുകാർ നോക്കിയിട്ടില്ല അല്ലേ? അവരറിയത്തില്ലല്ലേ? താങ്കൾക്ക് ഇതിന്റെ ഓപ്പറേഷൻ ഒക്കെ മനസ്സിലായോ? ഇതിന്റെ ഓപ്പറേഷൻ ഒക്കെ അറിയായിരുന്നു സജിതയ്ക്ക്? ആണല്ലേ? ഓക്കെ. അപ്പോൾ അല്ല, സജിതയ്ക്ക് എപ്പോഴെങ്കിലും വളരെ നമുക്ക് ശബ്ദം താഴ്ത്തി സംസാരിച്ച് ഒന്ന് ഓലി ഇടണമെന്നൊക്കെ തോന്നുമല്ലോ, അത് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയായിരുന്നു? ഇല്ല. ഒന്ന് തുമ്മിപ്പോയാ മതിയല്ലോ. ഇതെങ്ങനെ പറ്റിയെന്നുള്ളത് നമുക്ക് ഒരു തുമ്മല് വരാമല്ലോ മനുഷ്യന്. ആണോ? അതുപോലെ ചെറിയൊരു പനി വരിക ഒക്കെ വന്നാ കുരുങ്ങി പോകത്തില്ലേ? പാരസെറ്റമോളും കഴിച്ച് ഇതായില്ലേ, പിന്നെ ദൈവം സഹായിച്ചിട്ട് അസുഖം വരാറില്ല. ഇങ്ങനെയുള്ളവർക്ക് അസുഖം വരത്തില്ല. കാര്യം 10 കൊല്ലം ഒരു മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ആളിന് എങ്ങനെ അസുഖം വരും? ഈ പ്രാഥമിക ആവശ്യങ്ങൾ, ഇപ്പൊ സ്ത്രീ സഹജ ആവശ്യങ്ങളൊക്കെ വരുമ്പോ അതെങ്ങനെ മാനേജ് ചെയ്യും? അവിടെ നേരത്തെ പുലർച്ചയ്ക്കാണിച്ചിട്ട് കുളിക്കുന്ന എല്ലാം ബാക്കിയൊക്കെ ചെയ്യും. പിന്നെ യൂറിൻ പാസ് ചെയ്യുന്നത് ഒരു ടിന്നി വെച്ചിട്ട് മുറിയിൽ തന്നെ പകലൊക്കെ ചെയ്യും. വലിയ പാട് തന്നെയല്ലേ? ഓക്കെ. അപ്പൊ താങ്കളുടെ വീട്ടുകാരെന്തോ വിശ്വസിച്ച ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന്? എനിക്ക് വീട്ടിൽ ആർക്കായിരുന്നു ഒരു ഇയാൾക്ക് എന്തോ രോഗം ഉണ്ടെന്ന് സംശയം? മാനസികമായിട്ടുള്ള ശരിക്കും നമുക്കൊരു മാനസിക പ്രശ്നമായില്ലേ? വീട്ടിലുള്ള ഇരിക്കല്ലേ ആണെന്നുള്ള അവർക്കൊരു തോന്നല് തോന്നി. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ സജിതയെ കാണാനില്ല എന്നുള്ള അന്വേഷണം പത്രത്തിലൊക്കെ വന്നു. സജിതയെ കാണാനില്ല, പത്രത്തൊന്നും വന്നില്ല. അല്ലെ, പോലീസ് സ്റ്റേഷനിൽ പോയി അച്ഛനും അമ്മയൊക്കെ? പോയി. അവര് നിരന്തരമായിട്ട് അന്വേഷിച്ചോ? പോലീസ് 7 വർഷം അന്വേഷിച്ചു എന്ന് പറഞ്ഞത്. എത്ര വർഷം? 7 വർഷം. 7 കൊല്ലം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയും. ഒരു കേസ് എഴുതി തള്ളിക്കാണും അല്ലേ? ഇനി കണ്ടെത്താൻ കഴിയത്തില്ല. ഈ വീടിന് മുമ്പിലൂടെയാണോ റഹ്മാൻ ജോലിക്ക് വന്ന്?
എല്ലാ ദിവസവും രാവിലെ പോകുന്നുണ്ട്, ആർക്കും ഒരു സംശയമില്ല അല്ലേ? ഇല്ല, ഇല്ല. പാവം അയാളെയും പറ്റിച്ചോണ്ട് അവള് വേറെ ആരുടെ കൂടെ പോയെന്ന് അവരതേ വിചാരിച്ചതല്ലേ. ആണല്ലേ? അങ്ങനെ ധരിച്ചു വെച്ചല്ലേ ആ പാവം മനുഷ്യനെ അല്ലേ സ്നേഹിച്ച് വഞ്ചിച്ച് ഓക്കെ. അപ്പൊ വീടിന്റെ ഉള്ളില് വല്ല പാചകം ചെയ്യുമായിരുന്നോ? വീട്ടിലെ ആരുടെ സമയത്ത് ചെറുതായിട്ടൊക്കെ ചെയ്യും. ചെറുതാക്കി ചെയ്യും. എന്തോ ഹീറ്ററോ എന്തെങ്കിലും കൊണ്ടുവച്ചോ? എന്തുവെച്ചാ ചെയ്യുന്നത്? അല്ല, അല്ല, അത് അടുക്കളയിൽ മെയിൻ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് തന്നെ വീട്ടിൽ ആളുകൾ അടുക്കള കയറുമല്ലേ? ആരുമില്ലാത്ത സമയങ്ങളിൽ ആര് ദിവസം വീടിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുമായിരിക്കല്ലേ? വലിയ കുതിയല്ലേ അല്ലേ? അത് നടക്കും. ഓക്കെ. ടി വി ഒക്കെ ശബ്ദത്തിൽ വരുത്തി ടി വി ശബ്ദത്തിൽ വെക്കാറില്ല. ഞാനുള്ള സമയത്ത് ശബ്ദത്തിൽ വെക്കും. പിന്നെ ഇല്ലാത്ത സമയത്ത് കാണാൻ വേണ്ടിയിട്ട് ടിവിന്റെ സ്പീക്കറിൽ ഹെഡ്സെറ്റ്, മൊബൈലിന്റെ ഹെഡ്സെറ്റ് വെച്ച് കൊടുക്കും. അപ്പൊ അത് പുറത്തേക്ക് വലിയ ഇതിൽ കേൾക്കില്ല. മൊത്തം ടെക്നോളജിയാ അല്ലെ? ഈ ഒളിച്ചോട്ടത്തിനായിട്ടുള്ള ചില ടെക്നോളജി അല്ലേ? ഒളിച്ചിരിക്കാനുള്ള ടെക്നോളജി. ശരിക്കും പറഞ്ഞാൽ ഗൂഗിളുകാരാണ് കണ്ട അടിച്ചോണ്ട് പോകും കേട്ടോ. ഇത് ഈ ഉമ്മയൊക്കെ ഉറങ്ങി കഴിയുമ്പോഴേ അപ്പോഴാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. ഈ കമ്പി എഴി മാറ്റിയിട്ട് കമ്പി കൊണ്ട് ചാരി വെക്കുന്നു, അതെടുത്ത് മാറ്റുന്നു രാത്രിയിൽ. അല്ല, ഈ രാത്രിയിലെങ്ങാനും ഇങ്ങനെ പുറത്തിറങ്ങി ഉലാത്തുമ്പോഴേ ഈ രാത്രി ഉലാത്തി വെള്ളമടിച്ചിട്ടൊക്കെ ആളില് പോവല്ലോ, അമ്മമാരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? ഈ വെളിച്ചത്തോടെ നടക്കില്ല, വെളിച്ചമില്ലാത്തോടെ ഇരുട്ടത്ത് പോയി നടന്നു പോകണം. നിങ്ങൾക്ക് ഒരു ധൈര്യം വന്ന എത്ര ആഴ്ച കഴിഞ്ഞപ്പോഴാ? കുറച്ച് പൈസ കയ്യിലായപ്പോ, പണി ചെയ്ത് കുറച്ച് പൈസ ആയപ്പോ വീട്ടില് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് പണിക്ക് പോണ ആളല്ല. അല്ല, ഇവിടെ ഉള്ളപ്പോ പിന്നെ എനിക്ക് നമുക്ക് എങ്ങനെ പണിക്ക് പോകാൻ യന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ? യന്ത്രങ്ങളല്ല, ഉള്ള നേരം നോക്കണ്ടേ. കാരണം ഇപ്പോ സാഹചര്യത്തിൽ പൈസ ഇല്ലാണ്ടായി. അപ്പോൾ ഇവൾക്ക് വേറെ ഞാനില്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ വേറെ ആര് ഭക്ഷണം കൊടുക്കും? അത് കാരണം ഇടയ്ക്ക് പണിക്ക് പോവും, ഇടയ്ക്ക് പിന്നെ വീട്ടിൽ തന്നെ. പണിക്ക് പോകുന്ന ദിവസം എങ്ങനെയാ? പണിക്ക് പോകുമ്പോ എല്ലാ ഭക്ഷണം അല്ലല്ല എല്ലാം കൊടുക്കും. അടുത്ത് തന്നെ പണിക്ക് പോവാറ, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. അങ്ങനെ വരുമ്പോ ടിവിയുടെ മുന്നിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലേ? അതിനിടയിലെ ഈ മുറി ഉള്ളിങ്ങനെ ഒളിച്ച് താമസം തുടങ്ങിയ ശേഷം എത്ര മാസം കഴിഞ്ഞ ചേച്ചിയുടെ കല്യാണം? 1 മാസം കഴിഞ്ഞിട്ട്. 1 മാസം കഴിഞ്ഞ് ചേച്ചി ആഗ്രഹിച്ചാണോ അനിയത്തിയെ? അല്ലേ? വരനെയൊക്കെ കണ്ടോ വീട്ടിനുള്ളിൽ നിന്നോണ്ട്? ഓ, മുമ്പേ പരിചയമുള്ളവരാ. ആണോ? അവരും പ്രണയിച്ചോ വല്ലാണോ? അല്ലല്ല, അവരിങ്ങനെ വീട്ടിനകത്തൊന്നും കയറി ഇരുന്നിട്ടില്ലല്ലോ. ഇല്ല. ഇല്ല.